തിരുവനന്തപുരത്ത് കർഷക കോൺഗ്രസ് നേതാവിനെതിരെ നിക്ഷേപ തട്ടിപ്പ് പരാതി. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് തോംസൺ ലോറൻസ് 15 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി. വഞ്ചൂർ ആസ്ഥാനമായി പ്രവർത്തിച്ച സമൃദ്ധി വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറവിലാണ് തട്ടിപ്പ്. നിക്ഷേപകന്റെ പരാതിയിൽ വഞ്ചൂർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. വിവരങ്ങളുമായി റോഷിപാൽ ഉണ്ട്. റോഷിപാൽ, എന്താണ് അറിയാനാകുന്നത്? ഏത് രൂപത്തിലാണ് ഈ നിക്ഷേപ തട്ടിപ്പ്? സ്മൃതി, വഞ്ചൂരിൽ പ്രവർത്തിച്ചിരുന്ന തിരുവിതാംകൂർ സമൃദ്ധി വർക്കേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറവിലാണ് തട്ടിപ്പ് നടന്നത്. 12% പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിക്കുകയും ആ പണം പിന്നീട് തിരിച്ചു നൽകാതെ ഈ സൊസൈറ്റി പ്രവർത്തനം നിർത്തുകയും ചെയ്തു എന്നാണ് പരാതി. അതിൽ ഇപ്പോൾ ഒരാൾ മാത്രമാണ് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. കരുമം സ്വദേശി നൽകിയ പരാതിയിൽ വഞ്ചൂർ പോലീസ് ഇപ്പോൾ വഞ്ചന കുറ്റം ഉൾപ്പെടെ ചുമത്തി ഈ തോംസൺ ലോറൻസ് എന്ന കർഷക കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനെതിരെ കേസ് എടുത്തു കഴിഞ്ഞു. കൂടുതൽ പേർ തട്ടിപ്പിനിരയായെന്ന സംശയമാണ് പോലീസിനുള്ളത്. പരാതിക്കാർ പിന്നാലെ തന്നെ പോലീസിനെ സമീപിക്കും എന്ന പ്രതീക്ഷയുമുണ്ട്. ഇയാൾ ഈ സൊസൈറ്റി അടച്ചുപൂട്ടിയതിനു ശേഷം നെയ്യാറ്റിൻകരയിൽ മറ്റൊരു പുതിയ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടു. 2019 ഈ തട്ടിപ്പിനിരയായ നിക്ഷേപകൻ ഈ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചത്. 4 തവണയായിട്ടാണ് പണം നിക്ഷേപിച്ചത്. 12% പലിശ ലഭിക്കുമെന്ന് അറിഞ്ഞ് ഈ മറ്റൊരു ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം ഇങ്ങോട്ടേക്ക് ഈ സൊസൈറ്റിയിലേക്ക് മാറ്റുകയായിരുന്നു. ഏതാണ്ട് 1 വർഷത്തോളം കൃത്യമായി പലിശ നൽകി, പിന്നീട് പലിശ മുടങ്ങി. പിന്നീട് ഈ കാലാവധി കഴിഞ്ഞപ്പോൾ പണം തിരിച്ചു ചോദിക്കാനായി സ്ഥാപനത്തിൽ എത്തിയപ്പോഴാണ് അത് അടച്ചുപൂട്ടിയ വിവരം അറിഞ്ഞതെന്നും ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും കോൺഗ്രസ് നേതാക്കൾക്കും KPCC അധ്യക്ഷനടക്കമുള്ള നേതാക്കൾക്കും ഈ തട്ടിപ്പിനിരയായ വ്യക്തി പരാതി നൽകിയിട്ടുണ്ട്. അരുണേ, ആ സ്ഥാപനത്തിന്റെ പേര് ശ്രദ്ധിച്ചായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ? എന്തായിരുന്നു? സമൃദ്ധിയാണല്ലേ തട്ടിപ്പ് നടത്തിയ സ്ഥാപനം. സമൃദ്ധി അത്രല്ലേ ഉള്ളൂ. എന്റെ സമൃദ്ധിയായ ഉദ്ദേശം.